ബാക്ക് ടു ബിനാസ് ലേണിംഗ് ക്ലാസ്. 8ാം ക്ലാസ്സിലെ മാത്സിൻ്റെ 10ാമത്തെ ചാപ്റ്റർ ആവും ഞങ്ങളെ ദശാംശ രൂപങ്ങൾ അല്ലെങ്കിൽ ഡെസിമൽ ഫോം എന്ന് പറയുന്നത്. അതിൻ്റെ ഞാനത് തീർന്നെന്ന് വിചാരിച്ചതാണ് കേട്ടോ. എന്നിട്ട് ഞാൻ 11ാമത്തെ പാഠം തുടങ്ങിയതാണ്. അപ്പം ഞാൻ കമൻറ്റ് കണ്ടായിരുന്നു, ലാസ്റ്റിലത്തെ 2 ഞാൻ ഇട്ടില്ല. അത് നോക്കൂ ഞങ്ങളെ. അത് 10ാമത്തെ പേജ് നമ്പർ 172 കണക്കിലാട്ടോ. ലാസ്റ്റ് എൻ്റെ അടുത്ത് 1-2 പേര് ഞാൻ കണ്ടായിരുന്നു നിങ്ങളെ കമൻറ്റ്, അത് തീർന്നിട്ട് മറ്റേത് ഇട്ടാൽ മതി എന്നൊക്കെ പറഞ്ഞത് ഞാൻ കാണുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയാണ്, ആ 2 പേർക്ക് വേണ്ടി മാത്രമാവും നിങ്ങളെ സത്യത്തിൽ ഈ ക്ലാസ് ഇടുന്നത്. കാരണം വേറെ ആരും ഇത് കാണാൻ വഴിയില്ല. എല്ലാവരും ക്രിസ്മസ് ഒക്കെ കഴിയുമ്പോൾ പുതിയ ചാപ്റ്ററിലോട്ടാണ് പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് 11ാമത്തെ ചാപ്റ്റർ മുതലാണ് ഇമ്പോർട്ടൻ്റ് കേട്ടോ. 10 മുതൽ ഇതുവരെയുള്ള, എന്നാലും 10ലേയും കാണും അടുത്ത പരീക്ഷയ്ക്ക്. അപ്പം നമുക്ക് ഒരാളെങ്കിൽ ഒരാൾ എന്നോട് ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ഇതിടുന്നത്. നമുക്ക് 2ാമത്തെ ചോദ്യവും നിങ്ങൾ കേട്ടോ. 2ാമത്തെ, കാരണം ഇവിടെ വരെ ഉള്ളത് നമ്മൾ പാർട്ട് 4 വരെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ 2ാമത്തെ ചോദ്യം നോക്കിക്കേ. 1/10 കണ്ടോ, ഇതാ 1/10, 11/100, 111/1000. അതായത് ഓരോ നോക്കിയ ഡെസിമലിൽ 1 0 2 0 3 0 1 2 1 3 1 ഇങ്ങനെ എന്നിങ്ങനെയുള്ള സംഖ്യകൾ 1/9 അടുത്തടുത്ത് വരുമെന്ന് നമ്മൾ തെളിയിക്കുക. 1/9 അടുത്തടുത്ത് വരുമെന്ന് നമ്മൾ തെളിയിക്കുക. ഉദാഹരണം നോക്കൂ നിങ്ങൾ. ഇവിടെ 10 എന്ന് പറയുക അല്ലേ. ഇപ്പോൾ 1 2 3 4 എന്നൊരു നമ്പർ നമുക്ക് തരുവാങ്കിലേ, ഇപ്പോൾ 1 10ൻ്റെ അടുത്താണെന്ന് നമ്മൾ പറയും. പക്ഷേ അതിനേക്കാൾ അടുത്താണ് 2 അല്ലേ, അതിനേക്കാൾ അടുത്താണ് 3, അതിനേക്കാൾ 10ൻ്റെ അടുത്താണ് 4 അല്ലേ, അങ്ങനെ 5, അങ്ങനെ വേണേൽ നമുക്ക് പറയരുതോ. അങ്ങനെ അതാ നമ്മളോട് ചോദിച്ചത്. ഈ 1/10 എന്ന് പറയുന്നത് 1/9 അടുത്തടുത്ത് വരുമെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. മനസ്സിലായോ? അടുത്ത ഡിഫറൻസ് തെളിയിച്ചു കൊടുക്കുക എന്നതാണ് ചോദ്യം. ഇപ്പം പിടികിട്ടിയോ? അപ്പം നമ്മളോട് ഫസ്റ്റ് ചോദിച്ച ചോദ്യം തന്നെ ഏതാവും നിങ്ങളെ നോക്കിക്കേ. 1/10 ആണ് അല്ലേ. ഫസ്റ്റ് 1/10 ആണ്. നമ്മളോട് ചോദിച്ചാൽ ഏതാ? 1/9 അടുത്തടുത്ത് വരുമെന്ന് നമ്മൾ തെളിയിച്ചു കൊടുക്കണം. ഏതിൻ്റെയാ? 1/9 അടുത്തടുത്ത് വരുമോ എന്ന് തെളിയിച്ചു കൊടുക്കണം. ആദ്യം ഏതാണ് അടുത്തടുത്തെന്ന് വെച്ചാൽ നോക്കിയേ, ഇതിൽ നിന്നും ഇത് എത്ര? 9ൻ്റെ ഡിഫറൻസ് ഉണ്ട് അല്ലേ. 1ൻ്റെ കൂടെ 9ഉം കൂടെ കൂട്ടിയെങ്കിൽ മാത്രമേ 10 ആവത്തുള്ളൂ. അപ്പോൾ അവിടുത്തെ ഡിഫറൻസ് ആരാ? 9 ഇപ്പോൾ 2ൻ്റെ കൂടെ 8 കൂടെ കൂട്ടിയെങ്കിലേ എന്താവും? 10 ആവത്തുള്ളൂ. മനസ്സിലായി? ആ ഡിഫറൻസ് എന്ന് പറയുന്നത് എന്താണ്? മൈനസ് അല്ലേ. 1/10 ഫസ്റ്റ് നമ്മുടെ ഏതാ? 1/10. മനസ്സിലാക്കി പോണേ. 1/9 ഏതാണ്? നട്ടെ എത്ര ആണോ നമ്മളോട് അടുത്ത് ഏതാണോ ചോദിക്കുന്നത് അതാണ് 1/9 അല്ലേ. അപ്പോൾ 1/9 എഴുതുക, മൈനസ് നമ്മുടെ ഒന്നാമത്തെ 1/10 എഴുതുക. നോക്കിക്കേ, ഇവിടെ ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ അല്ലെങ്കിൽ ഛേദം വ്യത്യാസമാണെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുക അല്ലേ. അതായത് എളുപ്പം. ക്രോസ് മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ എന്താ? 1 × 10 അല്ലേ, മൈനസ് അല്ലേ. ഇങ്ങനെ ക്രോസ് മൾട്ടിപ്പിൾ എന്ന് വെച്ചാൽ ഇതിനെ ഇതുകൊണ്ടും ഇതിനെ ഇതുകൊണ്ടും അല്ലേ. 1 × 9/9 അല്ലേ. അങ്ങനെ ചെയ്തുകൂടാ? 9 × 10 മനസ്സിലാക്കാൻ വേണ്ടിയാണ് അങ്ങനെ എഴുതിയത്, ക്രോസ് മൾട്ടിപ്പിൾ കേട്ടോ. ആദ്യം 1 × 10 10 തന്നെ അല്ലേ, മൈനസ് 1 × 9 9 ബൈ 9 × 10 10 സോറി 90, 10 × 9 90. അപ്പോൾ എത്ര വന്നു? 1/90 ആണ് ഇവിടെ ഫസ്റ്റിൽ വന്നത്. മനസ്സിലായോ? 1.9ൻ്റെ അടുത്തടുത്ത് വരുമെന്ന് നമ്മൾ തെളിയിക്കണം. ഒന്നാമത് വന്ന ഏതാ? 1/90 ആണ്. 1/90. അടുത്ത ഏതാണ്? 11/100 അല്ലേ. അതിനെ നമുക്ക് ഇതുപോലെ എഴുതണം അല്ലേ. ഏതാ? 1/9 ഫസ്റ്റ് അത് എഴുതണം. 1/9 മൈനസ്, കാരണം എന്താ? ഡിഫറൻസ് കേട്ടോ, ഡിഫറൻസ് ആണ്, അതുകൊണ്ടാണ് 1/9 മൈനസ് എത്രയാണ്? 100 അല്ലേ. അതും എന്താ? ഡിഫറൻറ്റ് ഡിനോമിനേറ്റർ അല്ലേ അല്ലേ. ഡിനോമിനേറ്റർ എന്ന് വെച്ചാൽ ഛേദമാണ് ഈ കിടക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ? അതിനെ നമ്മൾ 1 × 100 കേട്ടോ, മൈനസ്, അതായത് ഇതിനെ ഇതുകൊണ്ടും ഇതിനെ ഇതുകൊണ്ടും 11 × 9 ചെയ്യാൻ എളുപ്പത്തിന് നമ്മൾ ഈ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യുന്നത് കേട്ടോ. 9 × 100 ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുക, ഇതിനെ ഇതുകൊണ്ട് ഇൻറ്റു ചെയ്യുക, എന്നിട്ട് ഇത് രണ്ടും കൂടി ഇൻറ്റു ചെയ്യുക. 1 × 100 100, 11 × 9 99 അല്ലേ, ബൈ 100 × 9 900. അപ്പോൾ എത്ര വന്നു? 1/900 ആണ് അവിടെ വന്നത്. കണ്ടോ? ഒന്നാമത്തത് 1/90, രണ്ടാമത്തെ 1/900. അടുത്തത് ഒരെണ്ണോടെ തന്നിട്ടുണ്ട്. 1/9 മൈനസ് 111/1000 ആണ് അവിടെ തന്നേക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇതുപോലെ ക്രോസ് മൾട്ടിപ്പിൾ ചെയ്യാം അല്ലേ. ഏതാ? 1 × 1000 മൈനസ് 111 × 9 ബൈ 9 × 1000.
ഇത്ര എഴുതേണ്ട കാര്യമൊന്നുമില്ല, പിന്നെ മനസ്സിലാക്കാൻ വേണ്ടി അങ്ങ് എഴുതിയതാണ് ഇത് എങ്ങനെ വരുന്നു എന്നുള്ളത്. 1x10, 1x9, അപ്പോൾ 10 - 9, ഈ ഒരൊറ്റ സ്റ്റെപ്പിൻ്റെ ആവശ്യമേ ഉള്ളൂ നിങ്ങളെ. പക്ഷേ ഒന്നും അറിയാൻ വയ്യാത്തവരും കാണും, ഇതെങ്ങനെ ഈ 10 വന്നു, ഈ 10 തന്നെ ഇങ്ങ് എഴുതി വെച്ചതാണോ, അതോ ഈ 9 തന്നെ എഴുതി വെച്ചാൽ, അങ്ങനെ ഡൗട്ട് വരുന്നവർക്ക് വേണ്ടി മാത്രമാവും നിങ്ങളെ ഞാൻ ഇതുപോലെ തന്നെ കാണിക്കുന്നത്. ഇപ്പം നോക്കിയാൽ ചിലർ വിചാരിക്കും ഇതങ്ങ് എഴുതി വെച്ചേക്കുമായിരിക്കും, അങ്ങനെയല്ല, മുകളിൽ ഇതിങ്ങനെ തന്നെ ക്രോസ് മൾട്ടിപ്പിളാണ് കേട്ടോ. അപ്പം നോക്കിക്കേ, 1x1000 1000 ആണ്, മൈനസ് 111 × 9 999/9000 അല്ലേ. അപ്പോഴും എന്താ 1/9000 വരും അല്ലേ. ഇനി ഇങ്ങനെ നമ്മളിപ്പോൾ ഇനിയും 4 1 ഇട്ടാലും, ഇപ്പം നോക്കിയാൽ 1 1 2 1 3 1, ഇനി 4 1 ഇട്ട് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ കേട്ടോ 1/90 1/900 1 ഇങ്ങനെ പോകും കേട്ടോ. അപ്പോൾ ഇവിടെ എത്രയൊക്കെയാണ് നമുക്ക് വന്നു നോക്കിയേ, 1/90 വന്നു അല്ലേ, പിന്നെ 1/900 വന്നു, പിന്നെ 1/9000 വന്നു. നോക്കിയേ ഇങ്ങനെ പോകും അല്ലേ. ഇത് നോക്കിയേ 1/9 ആണ് നമ്മളോട് ചോദിച്ചത് അല്ലേ. 1/9 ആണ് നമ്മുടെ ചോദ്യത്തിൽ സംഖ്യകൾ 1/9 അടുത്തടുത്ത് വരുമെന്ന് തെളിയിക്കുക. 1/9 അടുത്തടുത്താണോ ഇത് നോക്കിക്കേ. അങ്ങോട്ട് പോകുന്തോറും എന്താ, നമ്മൾ വിചാരിക്കും ഈ 90 900 0 കൂടുമല്ലയോ, അപ്പോൾ കൂടുവാണെന്ന്. അങ്ങനെയല്ല കുഞ്ഞുങ്ങളെ, ഇതെന്താ കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക കേട്ടോ. അങ്ങോട്ട് പോകുന്തോറും കുറഞ്ഞുകൊണ്ടേ ഇരിക്കുക. നമുക്ക് അത് പഠിച്ചിട്ടുണ്ടോ നിങ്ങളങ്ങനെ ഉണ്ടോ? അതായത് നോക്കിയേ, പൂജ്യങ്ങളുടെ എണ്ണം അല്ലേ കൂടുന്നതിനനുസരിച്ച് എന്താ ഇവിടെ കുറഞ്ഞുകൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മുടെ ചോദ്യം എന്തുമായിരിക്കും, ഇവിടുത്തെ ഡിഫറൻസ് വ്യത്യാസം എന്ന് പറയുന്നത് കുറയുകയാണ് കേട്ടോ. ഇത്രയും മാത്രം എഴുതിയാൽ മതി. ഇവിടെ വ്യത്യാസം കുറയുന്നു, കാരണം നമ്മളോട് തെളിയിക്കാനാണ് പറഞ്ഞത്. നമ്മളിത് തെളിയിച്ചിട്ടുണ്ടോ. 1/90 ആണ്, 1/900 അങ്ങോട്ട് പോയി. ഇനിയിപ്പോൾ അടുത്ത ഏതായിരിക്കും നമ്മൾ ചെയ്യാതെ തന്നെ അറിയാമല്ലേ. അതിൻ്റെ 4 0 കൂടി ഇട്ട് കൊടുത്താൽ മതി അല്ലേ. 3 ആകുമ്പോൾ ഇവിടെ 4. അടുത്ത ഏതായിരിക്കും 5 0, അങ്ങനെ ഇട്ട് കൊടുക്കും തോറും എന്താ പൂജ്യങ്ങൾ കൂടുന്നെങ്കിലും എന്താണ് ഇതിൻ്റെ വ്യത്യാസം കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും മാത്രമേ ഉള്ളൂ കുഞ്ഞില്ലേ. ഇപ്പോൾ ഈ സംഭവം മനസ്സിലായല്ലോ, ഇത് ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ തൊട്ട് താഴെ അടുത്ത ചോദ്യം അവർ ചോദിച്ചത് എന്താണെന്നറിയാമോ, ഞാനത് എഴുതാം. നോക്കൂ കുഞ്ഞുങ്ങളെ, അടുത്ത രണ്ടാമത്തെ ചോദ്യം ഇതാ കേട്ടോ. രണ്ടാമത്തെ 1/9 2/9 3/9 4/9 ഇതിൻ്റെ ദശാംശ രൂപത്തിൽ എഴുതാനാണ് നമ്മളോട് പറഞ്ഞത്. എന്താണ് ദശാംശ രൂപത്തിൽ എഴുതാനാണ് പറഞ്ഞത്. അപ്പം നമ്മൾ മുമ്പ് ചെയ്തപ്പോൾ തന്നെ നമുക്ക് ഏതാണ്ട് 1/9 എന്ത് ചെയ്യും, 1/9 എന്ന് പറയുന്നത് ഞാൻ അങ്ങ് ചെയ്ത് കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കിയേ 1/9 എന്ന് വെച്ച് കഴിഞ്ഞാലേ ഞാൻ നോക്കിയേ 1/9 ആവും നിങ്ങൾ കേട്ടോ. അതായത് നിങ്ങളൊന്ന് നല്ലപോലെ നോക്കണേ കേട്ടെ. 1/9 എന്ന് വെച്ചാൽ 1നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്യാനാണ് കേട്ടോ. അതൊന്ന് പഠിച്ച് വെച്ചേക്കണേ. ഈ 1നകത്ത് 9 പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നറിയാം, ഇവിടെ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു 0 ആക്കിയാലോ, അന്നേരം പറ്റുമല്ലോ. 10നകത്ത് 9 പറ്റുമല്ലോ. മനസ്സിലാക്കണേ, 1/9 കേട്ടോ. ഇതൊന്ന് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. 1/9, പക്ഷെ 1നകത്ത് 9 പറ്റത്തില്ല. പറ്റുമോ? 1നകത്ത് 9 തരാൻ പറഞ്ഞാൽ പറ്റുമോ? ഇല്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, മേളിൽ ഒരു പോയിന്റ് ഇട്ട് കൊടുത്തിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്താൽ അത് 10 ആയി. 10നകത്ത് 9 പറ്റുമല്ലോ അല്ലേ. എത്ര വട്ടാ? 1 9 9 കണ്ടോ. 1 9 9 10 9 പോലെ എത്ര? 1 നോക്കിയേ. പിന്നെ അത് തന്നെ വന്നേ. അപ്പോഴും എന്താ ചെയ്യുന്നു, ഇനി നമുക്ക് പോയിന്റ് ഇട്ടു, ഒറ്റ വട്ടം പോയിന്റ് ഇട്ട് കൊടുത്താൽ ഇനി എപ്പോഴും പോയിന്റ് ഇടുന്ന കാര്യമില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്തു, പോയിന്റ് ഇട്ട് കൊടുത്തു അല്ലേ. പോയിന്റ് ഇട്ട് കൊടുത്ത് ആദ്യമേ തന്നെ നമ്മൾ പോയിന്റ് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ എന്താ ഇവിടെ എത്ര 0 വേണമെങ്കിലും നമുക്ക് ഇട്ട് കൊടുക്കാം, കാരണം ഓൾറെഡി നമ്മളിവിടെ പോയിന്റ് ഇട്ട് കൊടുത്തു. 10 അല്ലേ. 10നകത്ത് 9 ഒരു വട്ടം, 1 9 9. വീണ്ടും 1 വന്നത്, വീണ്ടും നമ്മളൊരു 0 ഇട്ട് കൊടുത്തു, വീണ്ടും 1 വന്നത്. നോക്കിയേ, വീണ്ടും ഇങ്ങനെ അങ്ങ് പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. ഇതിനൊരു അവസാനമില്ല, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പം നമുക്ക് നോക്കിക്കേ, ഇവിടെ കിട്ടിയ ആൻസർ എന്താണ് നമുക്കിവിടെ കിട്ടിയത്. പോയിന്റിൽ നമ്മൾ തുടങ്ങത്തില്ല, നമ്മളെന്താ 0.111 എന്നിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 1/9 ഇത് നേരത്തെ നമ്മൾ ചെയ്തതാണ് കേട്ടോ. അതായത് നമ്മുടെ എക്സസൈസിനകത്താണ്ട് ഈ കണക്കുണ്ടോ, ഇത് കണ്ടോ, ഇതെങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ പറഞ്ഞതാണ്. അതറിയാവുന്നവർക്ക് പാർട്ട് 2 3 വെച്ച് ചെയ്യുമ്പോൾ ചെയ്യാൻ പറ്റും. അത് ഞാൻ മറ്റേ ലിങ്കിലായതുകൊണ്ടാണ് ഇതിങ്ങനെ ഒന്നുകൂടെ എളുപ്പവഴിയിലൊന്ന് കാണിച്ചു തന്നെ കേട്ടോ. കറക്റ്റ് ഇങ്ങനെയല്ല, ഞാൻ ആ രീതി ഞാനത് ചെയ്തിട്ടിട്ടുണ്ട്. നിങ്ങൾ ആ പാർട്ട് കാണണം കേട്ടോ. ഇതൊരു എളുപ്പവഴിയിൽ ഞാനങ്ങ് കാണിച്ചതാണ്. ഇതാണ് നമുക്ക് 1/9 കിട്ടുന്ന ആൻസർ. അപ്പം നോക്കിയേ, 1/9 നമുക്ക് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത നമ്മളോട് ചോദിച്ചാൽ 2/9 എത്ര ആയിരിക്കുമെന്ന്. അപ്പം നമ്മൾ എഴുതണം 2/9 ഇനിയും ചെയ്യേണ്ട കാര്യമില്ല. ഇനി നിങ്ങൾ ഇങ്ങനെ ചെയ്ത് ബുദ്ധിമുട്ടുണ്ടാവും നിങ്ങളെ. 2 × 1/9 എഴുതിയാൽ മതി. മനസ്സിലായോ?
2 ഇൻറ്റു 1/9. 2 ഇൻറ്റു 1/9 2 ഇൻറ്റു ഏതാ ഈ എഴുതിയേക്കുന്ന 0.111 ഇങ്ങനെ എഴുതിയാൽ മതി. മനസ്സിലായോ? അപ്പോൾ എന്തോ ചെയ്യണം? 0 ഇൻറ്റു 2 0 തന്നെയാണ് അല്ലേ? 0 ഇൻറ്റു 2 0, 1 ഇൻറ്റു 2 എന്നിട്ടൊരു പോയിന്റ് കൊടുക്കുക കേട്ടോ, കാരണം ഇവിടെ പോയിന്റ് ഇത് ഇൻറ്റു ചെയ്യുന്ന പറഞ്ഞേ. 0 ഇൻറ്റു 2 0, പോയിന്റ് ഈ പോയിന്റ് 1 ഇൻറ്റു 2 2, 1 ഇൻറ്റു 2 2, 1 ഇൻറ്റു 2 2 അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇത്രയും മതി. അപ്പോൾ 2/9 ആൻസർ കിട്ടി. അങ്ങനെ ആകെ അവർ ചോദിക്കുക 3/9 എന്താണ്? 3 ഇൻറ്റു 1/9, 3 ഇൻറ്റു എന്താ 0.111 അങ്ങനെ പോവും. ഇവിടെ നോക്കിയേ 0 ഇൻറ്റു 3 0 അല്ലേ, 1 ഇൻറ്റു 3 3, പിന്നെ 3 3 ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ഇതാണ് 3/9. ഇത് നല്ലപോലെ മനസ്സിലാക്കണമെങ്കിൽ അടുത്ത കണക്കിൽ ഇതിൻ്റെ ഉണ്ട് കേട്ടോ. അപ്പം നിങ്ങൾ ഓർത്തുകൊണ്ട് ഇപ്പം നമ്മളോട് 3/9 അതിനകത്തിൽ ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ആൻസർ ഓർത്ത് വെച്ചേക്കണം കേട്ടോ. അപ്പോൾ 4/9 എന്തായിരിക്കും നമ്മളോട് ചോദിച്ചുകൊണ്ടാണ് കേട്ടോ. 4 ഇൻറ്റു 1/9. അപ്പോൾ എങ്ങനെ എഴുതണം? 4 ഇൻറ്റു 0.111. അപ്പോൾ എത്ര? 0 ആദ്യം എഴുതുക, കാരണം 0 ഇൻറ്റു 4 0, പോയിന്റ് 1 ഇൻറ്റു 4 4, 1 ഇൻറ്റു 4 4, 1 ഇൻറ്റു 4 അങ്ങനെ പോവും കണ്ടോ. ഇനി അടുത്ത 5/9. 5/9 5 ഇൻറ്റു 1/9. അപ്പോൾ 5 ഇൻറ്റു 1/9ൻ്റെ വാല്യൂ 0.11. അപ്പം 0 ഇൻറ്റു 5 0, പോയിന്റ് 1 ഇൻറ്റു 5 5 5. ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തോ മനസ്സിലായി? നോക്കിയേ, 1 വെച്ചായപ്പം അല്ലേ, 2 വെച്ചായ 1 വെച്ചായപ്പോൾ 1 1 1, 2 വെച്ചായപ്പോൾ 2 2 2 2 2, 3 വെച്ചായപ്പോൾ 3 3 3 3, 4 വെച്ചായപ്പോൾ 4 4 4, 5 5 5. അങ്ങനെ ആകുമ്പോൾ 6 നമുക്ക് 8 വരെ ചോദിച്ചത് കൊണ്ടാണ് 6/1/9 അല്ലേ. ഇത് ചെയ്യാതെ തന്നെ നമുക്ക് പറയാൻ പറ്റും എന്താ? 0.666 എന്നായിരിക്കും അല്ലേ, ഇല്ലയോ? അത് ഇതിങ്ങനെ എഴുതാതെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. 7/9 ആണെങ്കിലോ നിങ്ങൾ 7 ഇൻറ്റു 1/9 എത്ര ആയിരിക്കും? 0.777 ഇങ്ങനെ പോകും. ഇങ്ങനെ ഡോട്ട് കൊടുക്കണം കേട്ടോ, കാരണം അങ്ങോട്ട് കിടക്കുക. അടുത്ത 8/9 വരെയാണ് നമ്മളോട് ചോദിച്ചത്. അപ്പോൾ എങ്ങനെ എഴുതും? 8 ഇൻറ്റു 1/9, മൊത്തം പോയോ 1/9. അപ്പം 8 ഇൻറ്റു 0.111 ഇസിക്കൽ ടു 0.888 കേട്ടോ. ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. ഇതാണ് ആ കണക്ക്. ഇപ്പം പിടികിട്ടിയോ? അത് നമ്മളോട് തെളിയിക്കാനാണ് നമ്മളോട് പറഞ്ഞത്. മനസ്സിലാവുന്നുണ്ടോ നിങ്ങളെ? ഇതിലെന്തെങ്കിലും സംശയമുണ്ടോ? ഇതിങ്ങനെ തെളിയിച്ച് നമ്മൾ എഴുതി കാണിക്കാൻ കേട്ടോ. അത് നമ്മളിപ്പോൾ 1/9 ചോദിച്ചു കഴിഞ്ഞാൽ 2/9 നമുക്ക് വേണേൽ ചെയ്യാണ്ട്. 2/9 നിങ്ങളൊന്ന് ചെയ്തു നോക്കിയേ, ഈ എളുപ്പ വഴിയിലൊന്ന് ചെയ്തു നോക്കിയേ. 2-ൽ 9 പറ്റത്തില്ല, അപ്പോൾ നമ്മൾ പോയിന്റ് ഇട്ടു 0 അല്ലേ. 2 9 18, വീണ്ടും 2 0 ഇട്ടു, വീണ്ടും 2 18, വീണ്ടും 2 അങ്ങനെ ഉണ്ടോ പൊക്കൊണ്ടേയിരിക്കും. അപ്പം മനസ്സിലായോ? ഇത് എളുപ്പ വഴിയിൽ ഞാനൊന്ന് പറഞ്ഞു തന്നതാണ്. ഇത് ചെയ്യാൻ അറിയാവുന്നവർക്കേ ഇതിൽ ഏത് കണക്ക് എന്നാലും ചെയ്യാൻ പറ്റും കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? ഓക്കെ ആണല്ലോ. ഹസീന എങ്ങാണ്ട അങ്ങനെ ആരണ്ടോ എന്നോട് ചോദിച്ചത് കേട്ടോ. ഓക്കെ ആണോ നിങ്ങളെ? അപ്പോൾ നമുക്ക് അടുത്ത ചെയ്യാം. അടുത്ത നോക്കിയോ നിങ്ങളെ, 2/3ൻ്റെ ദശാംശ രൂപം. മൂന്നാമത്തെ ചോദ്യമാണ്. ഞാനൊരു സ്പീഡിൽ പറയുവാണ്. 2/3ൻ്റെ ദശാംശ രൂപം ഡെസിമൽ ഫോമിൽ 2/3 എഴുതാൻ എങ്ങനെ എഴുതും? നമുക്കറിയാം ഏതാ 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ 1/9 നമ്മൾ ചെയ്തിട്ടുണ്ട്. ഏതാണെന്നറിയോ? 0.111 ഇങ്ങനെ നമ്മൾ ചെയ്തതാണ് അല്ലേ, നമ്മൾ ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ 2/3 നമ്മൾ ചെയ്യുമ്പോൾ എത്ര ആവുന്നില്ലേ? നമ്മുടെ എളുപ്പ വഴി വെച്ചൊന്ന് നോക്കിയേ. 2/3 2-ൽ 3 പറ്റുമോ? ഇല്ല. അപ്പോൾ നമ്മളൊരു പോയിന്റ് ഇട്ടിട്ട് ഇവിടെ ഒരു 0 ഇട്ട് കൊടുത്തു അല്ലേ. എത്ര? 6 3 18 അല്ലേ. വീണ്ടും 2 കണ്ടോ, വീണ്ടും 2 വന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തോ? വീണ്ടും ഒരു 0 ഇട്ടു, വീണ്ടും 6 6 3 എത്ര? 10 അല്ലേ, 18. വീണ്ടും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അല്ലേ. ഇങ്ങനെ വീണ്ടും 2, വീണ്ടും 0 ഇട്ടു, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും. മനസ്സിലായോ? ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? ഇങ്ങനെ ഒറ്റയടിക്ക് അങ്ങ് എഴുതിയാൽ മതിയോ? അല്ല, നമുക്കെന്താ 1/9 ആണ് നമ്മുടെ ഈ ചാപ്റ്ററിലെ തന്നെ അല്ലേ ആൾ. അപ്പം നമ്മൾ ഇപ്പം ചെയ്ത രീതി വെച്ചാണെങ്കിൽ 2/3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദണ്ഡിതാവും നിങ്ങൾ ഏതാ 0.666 ഇങ്ങനെ പോവും. അത് നമ്മൾ എളുപ്പ വഴി വെച്ച് ഞാനങ്ങ് പറഞ്ഞതാണ് കേട്ടോ. ഈ ആൻസറാണ് നമുക്ക് വരുന്നത്. ഇനി നമുക്ക് എന്തോ ആക്കണം? ഇവിടെ ഡിനോമിനേറ്റർ 9 ആക്കണം. അതായത് 2/3 എന്ന് പറയുന്നതിനെ നമ്മൾ എന്താക്കണം കുഞ്ഞുങ്ങളെ? 1/9 എന്ന വിലയിൽ വെച്ച് വേണം നമ്മൾ ആ കണക്ക് ഫുൾ അതേ അങ്ങനെ അടുത്തടുത്ത് വരുന്നുണ്ടോ എന്ന് തെളിയിക്കുക. ഇതിനെ ദശാംശ രൂപത്തിലോട്ട് മാറ്റാനാണ് നമ്മളോട് പറഞ്ഞത്. ഇതിപ്പോൾ ദശാംശ രൂപത്തിലായി
കേട്ടോ. അണ്ടർ ദശാംശ രൂപത്തിലായി. ഇനി ഇതിനെ എന്താ ഡിനോമിനേറ്റർ 9 ആക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ 1/9 വെച്ച് ചെയ്ത് കാണിക്കാനാ ചോദിക്കുന്നതെങ്കിൽ എന്ത് ചെയ്യണം നോക്കിയേ, 3 ആണ് ഇവിടെ വന്നത്. അതിൽ 9 ആവാൻ, ഇത് 9 ആവണമെന്നുണ്ടെങ്കിൽ എന്തോ ചെയ്യണം, 3 × 3 ആണ് 9 അല്ലേ. ഇവിടെ 3 കൊടുക്കുമ്പോൾ ഇവിടെ എന്ത് കൊടുക്കണം, 3 കൊടുക്കണം അല്ലേ. അപ്പോൾ 2 × 3 6 അപ്പം 6/9 കിട്ടും. മനസ്സിലായോ? 6/9 എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ അങ്ങോട്ട് ചെയ്തതേ ഉള്ളൂ. 6/9 എന്ന് വെച്ചാൽ എങ്ങനെയാണ് കിട്ടുന്നത്, 6/9 ഇപ്പം നമ്മൾ ചെയ്തായിരുന്നല്ലോ നിങ്ങളെ, 6 × 1/9 അല്ലേ, ഇല്ലയോ. 6 × 1/9 എന്ന് വെച്ചാൽ എന്താണ്, 6 × ഇല്ലേ, ഇപ്പം നമ്മൾ ചെയ്തതാ എന്താ 0 പോയിന്റ് അല്ലേ, എന്താ 9ൻ്റെ എത്ര എന്ന് 6/9 എത്ര എന്ന് 1/9 6 6 6 എന്നും പറഞ്ഞ് ഇങ്ങനെ പോവും അല്ലേ. 6/9 1/9ൻ്റെ വില എത്ര ആവും നിങ്ങളെ, 1/9ൻ്റെ അല്ലേ, 1/9 ആകുമ്പം 0.111 ഇങ്ങനെ പോവും. അപ്പോൾ ഇതിൻ്റെ ആൻസർ എത്ര വരും, 1 × 6 മുമ്പ് നമ്മൾ ചെയ്താ അല്ലേ, എത്ര വരും 0.666 കണ്ട ഇങ്ങനെ വരും. ഇത് ഇത്രയും നമ്മൾ ചെയ്താൽ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു ഇത് മനസ്സിലാവുന്നവർക്ക് ഈ ഒരൊറ്റ ആൻസർ മതി. ഇതിൻ്റെ ദശാംശ രൂപം എഴുതാൻ മാത്രമേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നമുക്ക് ഈ ആൻസർ തന്നെയാണ് വരുന്നത് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ പോയിന്റ് ഇടാൻ അറിയണം. അങ്ങനെ അറിയാവുന്നവർക്ക് ഇത് എളുപ്പമാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ 9 ഏതാ 3നെ എത്ര കൊണ്ട് ഇൻറ്റു ചെയ്താൽ 9 വരും. 3 വെച്ച് ആ 3 തന്നെ മേലിൽ കൊടുക്കുക. 2 × 3 6 6/9 6/9ൻ്റെ ഒക്കെ ഇപ്പം നമ്മൾ ചെയ്ത് അന്നേരം ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ ആവശ്യം വരുമെന്ന് കേട്ടോ. 6/9 എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും വരുന്നത്, 0.666 എന്ന് വരും കേട്ടോ. അത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? നമുക്ക് അടുത്ത് ചെയ്യാം. അടുത്ത ചോദ്യം നോക്കിയാൽ നിങ്ങളെ 0.1111 ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ്, പ്ലസ് 0.222 എന്ന് കൊടുത്തിരിക്കുക. ഇത് തങ്ങളിൽ കൂട്ടാനാണ് നമ്മളോട് പറഞ്ഞത്. ഇത് തങ്ങളിൽ കൂട്ടണം കേട്ടോ. നമ്മൾ സാധാരണ രീതി വേണമെങ്കിൽ 0.111 അല്ലേ, പിന്നെ 0.222 ഇങ്ങനെ കൂട്ടാനല്ല നമ്മളോട് ചോദിച്ചത് കേട്ടോ. ഇങ്ങനെ കൂട്ടാനല്ല നമ്മളോട് ചോദിച്ചത്, അത് ഓർത്തോടെ. ഇവിടെ നോക്കൂ നിങ്ങളെ, ഈ ആൻസർ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ, ഈ ആൻസർ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നമ്മൾ ഇതുവരെ ചെയ്ത കണക്കെല്ലാം ഇത് തന്നെയല്ലേ നിങ്ങളെ. നോക്കിക്കേ, നമ്മളിപ്പോൾ ചെയ്ത് ഞാൻ പറഞ്ഞില്ല ഇത് ഓർത്ത് വെച്ചേക്കണേന്ന്. 0.111 എന്ന് പറഞ്ഞാൽ എന്തോത്തിൻ്റെയാ, 1/9 അല്ലേ. അടുത്ത ഏതാ 0.222 എന്തോത്തിൻ്റെയാണ്, 2/9 ഇപ്പോൾ പിടികിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? അത് തന്നെ ഇവിടെ ചോദിച്ചേക്കുന്നത്. ഇതിനെ ദശാംശ രൂപത്തിൽ എഴുതാനാണ് നമ്മളോട് ചോദിച്ചത്. എന്നാ ചോദിക്കും, ഇത് ദശാംശ രൂപത്തിലല്ലേ? ആണല്ലോ. ക്രിയാഫലങ്ങൾ കണക്കാക്കി ദശാംശ രൂപത്തിൽ എഴുതാനാണ് ചോദിച്ചേക്കുന്നത്. അപ്പം എങ്ങനെ എഴുതാം, 0.111 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാതെ എന്താ 1/9 ആണ്. 0.222 എന്ന് വെച്ചാൽ നമുക്കറിയാതെ എന്താ 2/9 ആണെന്ന് അല്ലേ. നമുക്കറിയത്തില്ലേ, നമ്മളിത് കുറേ ചെയ്തതാ, ഇത് നമുക്കറിയാം. അപ്പോൾ ഇത് കൂട്ടാനാണ് നമ്മളോട് പറഞ്ഞത്. എന്താ 1/9 പ്ലസ് 2/9 = 3/9 ആണ്. കണ്ടോ, 3/9 ആണ്. 3/9 എന്ന് വെച്ചാൽ എന്താ 3/9 എന്ന് വെച്ചാൽ എന്താ, 3 × 1/9 ആണ് 3/9. നമ്മളിപ്പോൾ കുറേ ചെയ്തില്ലേ നിങ്ങളെ, ആ ഒരൊറ്റ കണക്കിൽ തന്നെ ഉണ്ട്. 3/9 എന്ന് വെച്ചാൽ എന്താന്ന്, 3/9 എന്ന് വെച്ചാൽ 3 × 1/9 ആണ് അല്ലേ. 3 × 1/9 ആണ്. അപ്പോൾ എത്ര വരുന്നത്, 3 × അല്ലേ 1/9ൻ്റെ ആൻസർ എത്ര, 0.111 ആണ് അല്ലേ. അപ്പോൾ എത്ര വരും 0 × 3 0, 1 × 3 3 ഇതാണ് ആൻസർ. ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്യാനാണ് നമ്മളോട് പറഞ്ഞത് കേട്ടോ. ഓക്കെ ആണോ? എന്തെങ്കിലും സംശയമുണ്ടോ? ഇനി എന്താ, അതിനകത്ത് തന്നെ വേറെ 1-2 അല്ലേ. നോക്കിയേ, 0.333 ഇപ്പം പിടികിട്ടുന്നുണ്ടോ, പ്ലസ് 0.777 അല്ലേ. ഇതിനെ കൂട്ടാൻ 0.333 എന്ന് പറയുന്നത് എത്ര ആവും നിങ്ങളെ അവിടെ, നമുക്കറിയാതാ 3/3 അല്ലേ വന്നത്. അപ്പം 3/9 ആണ് അല്ലേ. 7 ആയതുകൊണ്ട് 7/9 ആണ്. നോക്കിക്കേ, ഇപ്പം മനസ്സിലായോ? 0.333 എന്ന് വെച്ചാൽ 3/9 മനസ്സിലാവുന്നുണ്ടോ? 0.33 എന്ന് വെച്ചാൽ എന്താ, 3/9 ആണ്. അതാ കിടക്കുന്നത് 3/9 ആണ് അല്ലേ. അടുത്തത് 0.777 എന്ന് വെച്ചാൽ എന്താ, 7/9 ആണ്. അപ്പോൾ അത് രണ്ടും കൂടെ കൂട്ടിയാൽ മതി. എത്ര, 7 3 10/9 ഇതാണ് കിട്ടിയത് കേട്ടോ, 10/9. അപ്പോൾ നമുക്കറിയാം 10/9നെ നമുക്ക് എങ്ങനെ എഴുതാം, 10 × 1/9 അല്ലേ. എങ്ങനെ എഴുതും, 10 × 0. അല്ലേ 1/9 111 അല്ലേ. 10നെ അല്ലേ 0 × 10 എത്രയാ, അല്ല ഫസ്റ്റ് 1 അല്ലേ, 0 10 × 0.111 എന്നല്ലയോ. അപ്പോൾ ഇതാ 0 വേണ്ട, 1 × 1 1 ആവും നിങ്ങൾ കേട്ടോ. 1 × 1 1 1 1 ഇങ്ങനെ അങ്ങ് പോവും കേട്ടോ.
1 ഇൻറ്റു 1 1 കേട്ടോ. 0 വേണ്ട, 0 ഇൻറ്റു 0 0 ആയപ്പോൾ പിന്നെ പോയിൻ്റാണ് കേട്ടോ. ഇത് പോയിൻറ്റിന് മുന്നേ കിടക്കുന്നതല്ലേ, ഇതിനെ എടുക്കണ്ട കേട്ടോ. 1 ഇൻറ്റു 1 1 വീണ്ടും 1 ഇൻറ്റു 1 1 1 ഇൻറ്റു 1 1 അങ്ങനെ പോകും കേട്ടോ. ഒരു സ്ഥാനം മാറ്റി കുത്തിട്ടു, ഇത്രയേ ഉള്ളൂ. ഓക്കെ ആണോ? 1.111 എന്ന് വരും. അടുത്ത നോക്കിക്കേ, 0.333 ഇൻറ്റു 0.666. 333 വരുന്ന എന്തോത്തിലായിരിക്കും? 33 നമ്മൾ കുറേ ചെയ്ത അല്ലേ. 3 വരുന്ന എന്തോത്തിനാ? 3 വരുന്നത് 3/9 ഇൻറ്റു 6 വരുന്നത് 6/9 അല്ലേ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ വെട്ടി വേണ്ട ചെയ്യാം, കാരണം ഇതാ 3 6 അല്ലേ കുഞ്ഞ്. ഇവിടെ നോക്കിയേ, 1 3 3 3 9 2 3 6 3 9. അപ്പോൾ നോക്കിയേ, 1 ഇൻറ്റു 2 2 3 ഇൻറ്റു 3 9 2/9 വരും. 2/9ൻ്റെ ആൻസർ ഏതായിരിക്കും? 2/9. നമ്മളിപ്പോൾ കുറേ ചെയ്തല്ലോ, എന്താ 0.2222 ഇങ്ങനെ പോകും കേട്ടോ. ഈ ഇത് പഠിക്കാമെന്നുണ്ടെങ്കിലുള്ള ഈ കണക്കുകൾ മൊത്തവും നമുക്ക് ചെയ്യാൻ പറ്റും. അതായത് 1/9ൻ്റെ ഇതാണ്, 2/9ൻ്റെ അപ്പോൾ ഇതാണ്, 3/9ൻ്റെ ഈ 3/9 എവിടെ കണ്ടാലും അപ്പോൾ നമുക്ക് ഈ ആൻസർ എഴുതാൻ പറ്റും. ഈ ആൻസർ എവിടെ കണ്ടാലും 4/9 എഴുതാം, തിരിച്ചും മറിച്ചും നമുക്ക് എഴുതാനപ്പം പറ്റും. ഓക്കെ ആണോ നിങ്ങളെ? ഇനി അതിൻ്റെ തൊട്ട് താഴത്തെ ഓർമ്മയുണ്ട്, അതുകൂടെ ചെയ്യാമേ. അതായത് ചുവടെയുള്ള ഓരോ ഭിന്നസംഖ്യയുമായുള്ള വ്യത്യാസം 1/1000. നോക്കണം നിങ്ങളെ, 1/1000ിനേക്കാൾ കുറവായ ഭിന്നസംഖ്യയുടെ എന്താ ഭിന്നസംഖ്യ എന്ന് വെച്ചാൽ എന്താ? ഫ്രാക്ഷൻ്റെ അല്ലേ. ഭിന്നസംഖ്യയുടെ ദശാംശ രൂപം, അതായത് ഡെസിമൽ രൂപത്തിൽ എഴുതാനാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ ചോദ്യം. അതിൻ്റെ ഒരെണ്ണോടെ ചെയ്യാം കേട്ടോ. അതിൻ്റെ ഒന്നാമത്തേത് 1/3 ആണ്. 1/1000ിനേക്കാൾ കുറവായ ഭിന്നസംഖ്യയാക്കണം. 1000 ആണേ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? 1000 വെച്ച് ഇൻറ്റു ചെയ്യണം. 1/3യെ 1000 വെച്ചിട്ട് 1000 വെച്ചിട്ട് ഇൻറ്റു ചെയ്യണം കേട്ടോ. അപ്പോൾ 1 ഇൻറ്റു 1000 1000/3 എന്ന് കിട്ടും. അതിനെന്തെങ്കിലും സംശയമുണ്ടോ? 1000/3 എന്ന് കിട്ടും. മനസ്സിലായോ നിങ്ങളെ? എന്തെങ്കിലും സംശയമുണ്ടോ? 1/3 ആണ്. 1/1000ിനേക്കാൾ കുറവായ ഭിന്നസംഖ്യ ദശാംശ രൂപത്തിലോട്ട് എഴുതാൻ നമ്മളോട് പറഞ്ഞതാണ്. ഇതിപ്പോൾ ദശാംശമായോ? ഇല്ല. 1/3യെ നമ്മൾ 1000 കൊണ്ട് ചെയ്തപ്പോൾ 1000/3 എന്നാട്ടെ. നോക്കിയേ, മുകളിൽ വലിയ സംഖ്യയും താഴെ ചെറിയ സംഖ്യ വന്നേക്കുന്നത് അല്ലേ. ന്യൂമറേറ്റർ വലുതും ഡിനോമിനേറ്റർ ചെറുതുമാണെങ്കിൽ നമ്മൾ എന്താ? മിക്സർ ഫ്രാക്ഷൻ അല്ലേ, മിശ്ര ഭിന്നത്തിൽ എഴുതണമെന്ന്. 3 3 9 10 3 3 9 10 3 3 9 ശിഷ്ടം 1 ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. കാണാൻ പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ എത്ര കിട്ടിയത് നമുക്ക്? 333 അല്ലേ. ഇതിവിടെ തന്നെ, അതായത് ഇവിടെ എത്രയാണോ വരുന്നത് അത് താഴെ തന്നെ കൊടുക്കുക, റിമൈൻഡറിനെ മേളിൽ വിടുക. പ്ലസ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, എന്നാൽ കിട്ടും. ഇത് എന്ത് ചെയ്യണം? ഇൻറ്റു ചെയ്യണം. അപ്പോൾ നമുക്ക് 999 കിട്ടും. 333നെ 3 കൊണ്ട് ഗുണിക്കുമ്പോൾ 999 കിട്ടും. +1 1000 കേട്ടോ. അങ്ങനെ വേണം നിങ്ങൾ മനസ്സിലാക്കാൻ. അല്ലാതെ ആദ്യം കയറി ഇവിടെ എഴുതി ഒന്നും ഇവിടെ എഴുതി അങ്ങനെ ഒന്നും വെക്കരുത്. താഴെ കിടക്കുന്ന സംഖ്യയെ ഇൻറ്റു ചെയ്തിട്ട് മുകളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടണം കേട്ടോ. താഴെ കിടക്കുന്ന സംഖ്യ ഇൻറ്റു ആണ്, മുകളിൽ കിടക്കുന്ന സംഖ്യയെ കൂട്ടണം. അപ്പോൾ ഇത് ഓക്കെ ആണല്ലോ അത്രയും. ഇനിയും നമ്മൾ എന്ത് ചെയ്യണമെന്നറിയോ? ഇത് 1000ിനേക്കാൾ കുറവായ ഭിന്നസംഖ്യയാക്കണം. അപ്പം നമ്മൾ ഇതിപ്പം മിക്സർ ഫ്രാക്ഷൻ ഇംപ്രോപ്പർ ഫ്രാക്ഷനിൽ വന്നതുകൊണ്ട് നമ്മൾ അതിനെ മിശ്ര ഭിന്നത്തിലോട്ട് മാറ്റിയതേ ഉള്ളൂ. നമ്മുടെ ചോദ്യം എന്ന് വെച്ചാൽ 1/3 ആണ്. ഇതിനെ നമ്മൾ എന്താ? 1000ിനേക്കാൾ കുറവായ ഭിന്നസംഖ്യയിലോട്ട് നമുക്ക് മാറ്റണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? 333 + 1/3യെ 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ആദ്യമേ നമ്മൾ ഗുണിച്ചു അല്ലേ, 1/3യെ 1000 കൊണ്ട് ഗുണിച്ചായിരുന്നു. അപ്പം നമുക്ക് കിട്ടി ഏതാ? മിശ്രഭിന്നം അല്ലെങ്കിൽ ഇംപ്രോപ്പറിലാണ് അല്ലേ. പിന്നെ നമ്മളെന്താ? 1000 കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് കേട്ടോ, ഡിവിഷൻ. ഓക്കെ, 333 + 1/3 ഡിവൈഡ് 1000. അപ്പം നമുക്ക് എങ്ങനെ ഇതിനെ ചെയ്യാൻ പറ്റും? ഇതിനെ 1000 വെച്ച് ചെയ്യണം, ഇതിനെ 1000 വെച്ച് ചെയ്യണം അല്ലേ. 333/1000 അല്ലേ, പ്ലസ് 1/3/1000. ഇതൊന്ന് മനസ്സിലാക്കണേ കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര വരും? 333/1000 പ്ലസ് ഇതിനെ നമ്മൾ എങ്ങനെ ചെയ്യും? ഇതിനെ 1000 വെച്ച് ചെയ്യണം കേട്ടോ. ഇതിന് എന്ന് വെച്ചാൽ ഇതും ഡിനോമിനേറ്ററാണ്. ഈ 3ഉം എന്താണ്? 3ഉം ഡിനോമിനേറ്ററാണ്, 1000ഉം ഡിനോമിനേറ്ററാണ് കേട്ടോ. മറ്റേത് ന്യൂമറേറ്ററായിട്ട് അവിടെ ഒരാൾ മാത്രമേ ഉള്ളൂ കേട്ടോ.
ന്യൂമറേറ്റർ ഇവിടെ ആരാ? ഒരാൾ, 1 മാത്രമേ ഉള്ളൂ. ഇതും 1/3 എന്ന് വെച്ചാൽ ഇതും ഛേദമാണ്, ഇതും ഛേദമാണ്, ഡിനോമിനേറ്ററാണ്. അപ്പോൾ എത്ര? 3ഉം 1000 അവിടുത്തെ ഡിനോമിനേറ്ററുകളാണ് കേട്ടോ. അപ്പം 1000 × 3000 വരും ഇവിടെ, 3000. ഓക്കെ, ഇവിടെ എത്ര വന്നത്? 1/3000 ആണ് വന്നത്. അതായത് എന്താ 1/3000 എന്ന് വെച്ചാൽ 1000-നേക്കാൾ എന്തായിരിക്കും? 1/1000 ആണ്. 1/3000 എന്താ നോക്കി. അപ്പം നമ്മൾ എങ്ങനെ എഴുതും? 3000 കുറവാണോ കൂടുതലാണോ എന്ന് ചോദിച്ചാൽ എങ്ങനെ എഴുതും? 1/1000. നമ്മളോട് ചോദിച്ചതാണ് 1000-നേക്കാൾ ചെറുതാണ് 1/3000 കേട്ടോ. ഇത്ര എഴുതാൻ വേണ്ടിയാണ് നമ്മളോട് ചോദിച്ചത്. ഓക്കെ ആണോ? അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ 1/6 ഒരു ചോദ്യമുണ്ട്. അതും നിങ്ങൾ ഇങ്ങനെ തന്നെ അങ്ങ് എഴുതി പഠിച്ചാൽ മതി. 1/6 ആണ്. 1/6 വന്നു കഴിഞ്ഞാൽ എന്താണ്? ഈ സെയിം ഇതുപോലെ തന്നെ എങ്ങനെ എഴുതണം? 1000 വെച്ച് ആദ്യമേ എഴുതുക കേട്ടോ. 1000 വെച്ച് എഴുതുമ്പോൾ എന്താ? 1000/6 വരും അല്ലേ? 1000/6നെ 1000-നെ നമ്മൾ പെട്ടെന്ന് 1000-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 1 6 6 40, പിന്നെ 6 6 36, വീണ്ടും 4 40, വീണ്ടും 6 40 അല്ല 36 അല്ലേ, വീണ്ടും 4, ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കും അല്ലേ, ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇവിടെ എത്ര വന്നാൽ നമുക്ക്? ഇവിടെ 160 ഇവിടെ ശിഷ്ട വന്നേ അല്ലേ. അപ്പം 166 6/4 ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. മുമ്പ് ചെയ്താൽ ഇതുപോലെ തന്നെ ചെയ്താൽ മതി കേട്ടോ. ഇത് കണ്ടോ കിട്ടിയത്. എന്നിട്ട് എന്ത് ചെയ്യണം? നമ്മൾ അതിനെ 1/3 എടുത്തുകൊണ്ട് വരിക. 166 + 4/6-നെ എന്ത് ചെയ്യുക? 1000 കൊണ്ട് ചെയ്യുക. കാണാൻ പറ്റത്തില്ല? 1000 കൊണ്ട് ചെയ്യുക. മുമ്പ് ചെയ്തില്ലേ? അതുപോലെ തന്നെ ഇവിടെ 333 അല്ല ഇവിടെ 1000 അല്ലേ, 166-നെ നമ്മൾ 1000 വെച്ച് ചെയ്യണം കേട്ടോ. 166-നെ നമ്മൾ 1000 വെച്ച് ചെയ്യണം. പിന്നെ ഏതാ? 4/6-നെ നമ്മൾ എന്ത് ചെയ്യണം? 1000 വെച്ച് ചെയ്യണം കേട്ടോ. രണ്ടിനെയും 1000 വെച്ച് ചെയ്യണം. നോക്കി ഇവിടെ 4/6 1000 ആവുന്നത് അല്ലേ, /1000 ആവുന്നത്. അപ്പം നമ്മൾ അതിനെ എങ്ങനെ എഴുതും? 166/1000 പ്ലസ് ഇത് ഡിനോമിനേറ്റർ തന്നെയാണേ, അത് മറക്കല്ലേ. ഡിനോമിനേറ്റർ ന്യൂമറേറ്ററാണ് എന്ന് വെച്ചാൽ അംശമാണ്, അതിനെ അതുപോലെ തന്നെ എഴുതുക. ഇതും ഡിനോമിനേറ്ററാണ്. എന്താ? അപ്പോൾ 6000 എഴുതുക. ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വന്നത് 4/6000 ആണ്. ഇത് കൂടുതലാണോ കുറവാണോ, 1/1000-നെക്കാട്ട് കൂടുതലാണോ കുറവാണോ എന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത് കേട്ടോ. ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുക കേട്ടോ. ഇത്രയേ ഉള്ളൂ. 1/1000-നേക്കാൾ എന്തായിരിക്കും? 4/6000 എന്തുമായിരിക്കും കണ്ടുപിടിക്കണം കേട്ടോ. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി നിങ്ങൾ. ഏതാണ്ട് ഇവിടെ നമ്മുടെ 1/3-യുടെ ആ ചോദ്യമില്ലേ, ഇപ്പം നമ്മൾ ചെയ്തില്ലേ, ആ ചെയ്ത ചോദ്യത്തിന് ആൻസർ നമുക്ക് എന്താണ് നോക്കിയേ? 333 ഇതാ കിട്ടിയത്. 333 ആണ് നമുക്ക് കിട്ടിയത് അല്ലേ. നമ്മൾ ചെയ്ത് തന്നപ്പോൾ ശിഷ്ട 1 കിട്ടിയായിരുന്നു. ഞാൻ അതിൻ്റെ എളുപ്പവഴി പറഞ്ഞതാണ്. എന്താ ഇങ്ങനെ വെച്ച് ചെയ്യുന്നത് അല്ലേ. 333 ആണ് നമുക്കപ്പോൾ ആൻസർ കിട്ടിയത്. അതങ്ങ് എഴുതിക്കോണേ നിങ്ങൾ കേട്ടോ. കാരണം നമ്മളെ ഡെസിമൽ ഫോമിലോട്ട് മാറ്റാനാണ് നമ്മളോട് പറഞ്ഞത് അല്ലേ. അപ്പം ദശാംശ രൂപം 333/1000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ, അതൊന്ന് എഴുതിക്കോണേ. 0.333 3 സ്ഥാനം മാറ്റി കുത്തിടണം. 3 0 ആയപ്പോൾ 3 സ്ഥാനം മാറ്റി കുത്തിടണം. ഇതതിൻ്റെ ആൻസർ കേട്ടോ. ഇത് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഈ ചെയ്തതല്ല. ഞാൻ അത് എഴുതാതെ ഞാൻ എൻ്റെ തൊട്ട് താഴത്തെ അങ്ങ് എഴുതിയതാണ് കേട്ടോ. അപ്പം എൻ്റെ തൊട്ട് താഴത്തെ ഇപ്പോഴത്തെ അപ്പോൾ എത്ര ആയിരിക്കും കിട്ടുന്നത് ഒന്ന് പറഞ്ഞേ. ഇതിൻ്റെ 166 അല്ലേ, അതും എങ്ങനെ വരും? 0.166 അല്ലേ, ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇത്രയേ ഉള്ളൂ. ഇത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഈ കിടന്ന് ഇത്രയും ചെയ്യുന്നത് കേട്ടോ. അതെ കണ്ടോ, 1000 വെച്ചല്ലേ, 1000 വെച്ചാകുമ്പോൾ 3 സ്ഥാനം മാറ്റി കുത്തിടുക. ഇനി 2 എണ്ണോടുണ്ട് കുഞ്ഞുങ്ങൾ കേട്ടോ. അതുകൂടെ തന്നെ ചെയ്യണേ. 5/6ഉം 1/7. ഇത് സെയിം ഇതുപോലെ തന്നെ അങ്ങ് ചെയ്താൽ മതി. 1000 ഇട്ട് ഈ മോഡൽ അങ്ങ് പഠിക്കുക കേട്ടോ. എന്നിട്ട് 3/1000 3000. ഇവിടെ 4 ന്യൂമറേറ്ററിനെ അതുപോലെ തന്നെ എഴുതുക. അതിനൊരു മാറ്റവും ഇല്ല. ഡിനോമിനേറ്റർ 6 × 1000 6000. അപ്പോൾ ഇതാണ് നമ്മുടെ ആൻസറായിട്ട് എടുക്കേണ്ടത് കേട്ടോ. 166/1000 അല്ലേ. 3 സ്ഥാനം മാറ്റി കുത്തിടും. ഇത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് വൃത്തിയായിട്ട് എഴുതിയെടുക്കുക. നമ്മൾ അടുത്ത ചാപ്റ്റർ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.